ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് പെട്ടെന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് കടന്നു വരാൻ പോകുന്നത്. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഉം. ഉം. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലോട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പെട്ടെന്ന് കടന്നു വരാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതോ സ്പെഷ്യൽ ടൈപ്പ് ദേവാലയങ്ങളിൽ പോകുന്ന പരിപാടികൾ, ഏതെങ്കിലും മതാചാരങ്ങളിൽ പങ്കെടുക്കുന്ന കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു സന്തോഷം, ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഒരു നിർവൃതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഏതെങ്കിലും മതവിഭാഗങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കുന്ന, ഇപ്പൊ നേരിട്ടല്ലെങ്കിൽ അല്ലാതെ ഭക്ഷണങ്ങൾ കഴിക്കുന്ന കാര്യങ്ങളും ഇവിടെ, അതൊക്കെ ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു സന്തോഷം, സമാധാനം, പിന്നെ ഈ പ്രണയബന്ധങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കാതൽ കടിതം പൂക്കുന്ന പരിപാടികൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതെവിടെ പൂക്കണം എന്ന് നിങ്ങളുടെ കയ്യിലാണ് താക്കോൽ. അത് വീണ്ടും പൂക്കണോ കായ്ക്കണോ എന്ന് നിങ്ങളുടെ കയ്യിലാണ്. കാതൽ കടിതങ്ങൾ ഇവിടെ സംഭവിക്കുന്നതാണ്. ഒരു പ്രണയ നിമിഷങ്ങൾ വരുന്ന പരിപാടികളും ഇവിടെ കാണിക്കുന്നുണ്ട്. യാത്ര, സന്തോഷകരമായിട്ടുള്ള ഒരു യാത്ര. നിങ്ങളിപ്പോ ഒരു 1 hour ആയിരിക്കും ചിലപ്പോൾ യാത്ര ചെയ്യുന്നത്. ആ യാത്ര കൊണ്ട് നിങ്ങൾക്ക് ഒരു ആസ്വാദനം, ഒരു സമാധാനം, സന്തോഷം, ഒരു വൈബ്, ഒരു പോസിറ്റീവ് വൈബ്. ചില ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെയുള്ള യാത്രകൾ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളുകളെ കാണാൻ വേണ്ടിയുള്ള യാത്രകൾക്ക് പ്രിപ്പയർഡ് ആവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളിലോട്ട് പല ആളുകളും എൻ്റർ ആവുന്ന കാര്യങ്ങൾ, അതും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ധനസംബന്ധമായിട്ട് എന്തെങ്കിലും, ഇനി ഇത് കിട്ടില്ല, ഇനി ഇത് ഉപേക്ഷിച്ചേക്കാം, അങ്ങനെയുള്ള എന്തെങ്കിലും കിട്ടാക്കനിയായിട്ട് നിങ്ങൾ ഉപേക്ഷിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ തിരികെ വരുന്ന കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഗൃഹം, ഒന്നല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം മൈഗ്രേറ്റ് ചെയ്യാനോ മാറാനോ, അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലം ഒന്ന് മോടി പിടിപ്പിക്കാൻ, കുറച്ചും കൂടി ഒന്ന് മോടി പിടിപ്പിക്കണം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഗൃഹം വാങ്ങിക്കണം, ഒരു വസ്തു വാങ്ങിക്കണം, അങ്ങനെയൊക്കെയുള്ള ഇപ്പൊ നിങ്ങൾക്ക് നിലവിലുണ്ടെങ്കിലും ഭാവിയിലോട്ട് അത് വാങ്ങിക്കാനുള്ള ഒരു ചെറിയൊരു ഒരു വസ്തുവാണെങ്കിൽ അത് വാങ്ങിക്കണം, അതിനുള്ള നീക്കുപോക്കലുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ഇവിടെ അങ്ങനെയുള്ളൊരു പരിപാടിയും ഉണ്ട്. കാരണം നിങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. നിങ്ങൾ ക്ഷമയില്ലാത്ത ആളുകളായിരുന്നു, പക്ഷെ പല കാര്യങ്ങൾക്കും, പല അനുഭവങ്ങൾ, പല ജീവിത സാഹചര്യങ്ങൾ, പല വ്യക്തികളും നിങ്ങൾക്ക് ക്ഷമ എന്താണെന്ന് പഠിപ്പിച്ചു തന്നു. ഒരു ടീച്ചർ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ ആ സാഹചര്യങ്ങളും ആ വ്യക്തികളും നിങ്ങളെ പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുവാണ്. ചില സമയത്ത് നിങ്ങൾക്ക് ദേഷ്യം വരും, നിങ്ങളല്ലാണ്ടായി മാറും. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. നല്ല കാര്യങ്ങൾ നടക്കണം, നല്ല കാര്യങ്ങൾ, ഒരു മനസ്സറിഞ്ഞൊന്ന് ചിരിക്കണം, മനസ്സറിഞ്ഞുള്ള ഒരു പ്രണയ നിമിഷങ്ങൾ ഉണ്ടാകണം, അല്ലെങ്കിൽ മനസ്സറിഞ്ഞുള്ളൊരു സന്തോഷം, സമാധാനം, പല ആഗ്രഹ നിർവൃതി, ഇതൊക്കെ ഉണ്ടാവണമെന്നും പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്.
എന്താണെങ്കിലും ചില ആളുകള് ഇതൊക്കെ നടക്കുവോ അങ്ങനെയുള്ള രീതിയിൽ ഇരുന്ന് ചിന്തിച്ച് വീഡിയോ കാണുന്ന ആളുകളും ഉണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അത് നിങ്ങളുടെ ലൈഫിൽ എന്താ പറയാ ഈ പറയുന്ന കാര്യങ്ങൾ വരും. പക്ഷെ ഈ ആദ്യം തന്നെ ഇങ്ങനെ വഴിമുടക്കുന്ന ചിന്തയില്ലേ, ആ വഴിമുടക്കുന്ന ചിന്തയായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന അതേ കാര്യങ്ങൾ തിരിച്ചടിച്ചു പോകും. നെഗറ്റീവ് മാനിഫെസ്റ്റ് ചെയ്യൂലേ, അങ്ങനെ ഒരു പോസിറ്റീവ് അല്ലാതെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അബ്സോർബ് ചെയ്യും. അപ്പൊ അത് ചിന്തിക്കാതിരിക്കുക, നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയുള്ള പരിപാടികൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഫങ്ഷൻസ് പങ്കെടുക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾ ഇത്തിരി ആളാകണ്ട, നിങ്ങൾ മെയിൻ ആകണ്ട ചില ഫങ്ഷൻസ് വരില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പാർട്ടി ആണെങ്കിൽ നിങ്ങൾ മെയിൻ ആകണ്ട ചില ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ എന്തൊക്കെയോ ഫങ്ഷൻസും നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആണെങ്കിലും വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഒരു അധികം ബന്ധമില്ലാത്ത ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്തൊക്കെയോ ആകുന്നു, അറിഞ്ഞോ അറിയാതെയോ മെയിൻ ആകുന്നു. അതാണ് അതിന്റെ ഉത്തരം, മെയിൻ ആവുന്നു. ചില അമ്മാവന്മാരെയൊക്കെ കണ്ടിട്ടില്ലേ, എന്താണ് അവിടെ കൊടുക്കൂ ഇവിടെ കൊടുക്കൂ അവിടെ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞ്. അതുപോലെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇപ്പൊ അധികം ബന്ധമില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിലും ബന്ധമുള്ള സ്ഥലങ്ങളിലാണെങ്കിലും മെയിൻ ആകേണ്ട സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ചിലപ്പോൾ അത് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലുള്ള പാർട്ടിയിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള റിലേറ്റീവ്സിന്റെ എന്തെങ്കിലും കാര്യം, എന്തോ ആയിക്കോട്ടെ, ഏതോ ഒരു ഫംഗ്ഷനിൽ അങ്ങനെ വരുന്നൊരു പരിപാടി ഇവിടെ കാണിക്കുന്നുണ്ട്. പുതിയ ഒരു ജീവിതത്തിനൊരു തുടക്കം കുറിക്കുന്ന കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. ബ്ലാക്ക് മാജിക് എനർജി എല്ലാത്തിനും ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതാണ് നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് ലൈഫില്. അതിന്റെ പരിഹാരങ്ങൾ എന്താണെന്ന് വെച്ചാൽ കണ്ട് അതിൻ്റെതായിട്ടുള്ള രീതി ഒന്ന് ചെയ്യുക. കാരണം ഈ വരുന്ന കാര്യങ്ങൾക്ക് അതൊരു മുടക്കം സൃഷ്ടിക്കും. മനസ്സിലായോ? നമ്മളിലോട്ട് വരുന്ന നല്ല കാര്യങ്ങൾക്കൊക്കെ അത് ഒരു മുടക്കമായിട്ട് നിൽക്കും. അതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ തന്നെ. യെസ് സമ്പാദ്യം തുടക്കം കുറിക്കുന്നത്, അല്ലെങ്കിൽ ധനം വരുന്നത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും പരിപാടികൾ തുടക്കം കുറിക്കുന്നത്, സൈഡ് ബിസിനസ് എന്തെങ്കിലും തുടങ്ങുന്നത്, കാര്യങ്ങളൊക്കെ മനസ്സിൻ്റെ അകത്തുണ്ട്. അല്ലെങ്കിൽ പോയ കാര്യങ്ങൾ തിരിച്ചു പിടിക്കുന്ന ബിസിനസ് ആയിരിക്കാം, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അതൊക്കെ നിങ്ങളിലോട്ടുണ്ടാവും. വസ്ത്രങ്ങൾ, ഈ വാങ്ങിച്ചത് തന്നെ വീണ്ടും വീണ്ടും വീണ്ടും, അല്ലെങ്കിൽ ഇപ്പൊ വസ്ത്രങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് എന്തെങ്കിലും ഫാൻസി ഐറ്റംസോ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിരിക്കാം. നിങ്ങൾ വാങ്ങിച്ചത് തന്നെ പിന്നെയും പിന്നെയും അത് വാങ്ങി കൂട്ടാതിരിക്കുക കേട്ടോ. കാരണം അത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ എവിടെയാണോ പോകുന്നത്, നിങ്ങൾ എവിടെയാണോ ഇറങ്ങിത്തിരിക്കുന്നത്, അവിടെ നിങ്ങളൊരു ആകർഷണമുള്ള, ഫിസിക്കലി ഒരു ആകർഷണം തോന്നുന്ന, അല്ലെങ്കിൽ മെന്റലി അതെ കൊള്ളാല്ല എന്നൊക്കെ മറ്റുള്ളവർ പറയുന്ന രീതിയിലുള്ള ഒരു പരിപാടികളും ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും നാള് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഉത്തരം കിട്ടാതിരിക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു ഉത്തരം നിങ്ങളിലോട്ട് വരുന്നുണ്ട്. ഒരു ജഡ്ജ്മെന്റ്, ഒരു റിയലൈസേഷൻ, ഒരു ഉത്തരം. ഈ കെട്ടുപാട് ഇങ്ങനെ പിണഞ്ഞ് കിടന്ന കാര്യങ്ങൾ അതൊന്ന് കെട്ടഴിക്കുന്ന കാര്യങ്ങളും നിങ്ങളിലോട്ട് വരുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് ഇത്തിരി മനസ്സിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും അത് നിങ്ങളുടെ ലൈഫിന് അതൊരു ഗുണമായിരിക്കും. ചില റിയലൈസേഷൻ, ചില ഇതും കൂടിയല്ല ഇന്നതും കൂടി ഉണ്ട് ഞാൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഇന്നതും കൂടി ഉണ്ട്, അത് നിങ്ങൾക്കതൊരു റിയലൈസേഷൻ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ ഭാവി ഫ്യൂച്ചറിന് നല്ലതായിരിക്കും. കാരണം നിങ്ങളൊരു എന്താ പറയുക, ഒരു സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ഒരേ സമയം വേണം. പക്ഷെ കൂടുതൽ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ എന്താ പറയാ, ഒരു
ആങ്സൈറ്റി അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ് കൊണ്ടുള്ള ബുദ്ധിമുട്ടലുകൾ കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് പറയാനുള്ളത് ഈ പകർച്ച വ്യാധികളോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പബ്ലിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ, ചെറിയ അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ ഒരു ബുദ്ധിമുട്ട്, ഒരു ചെറിയ കുഞ്ഞു ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. ഈ കൊറോണയൊക്കെ ഇവിടെ തന്നെയൊക്കെ ഉണ്ട്, പോയിട്ടൊന്നുമില്ല. നമ്മൾ കൊറോണ സമയത്ത് കിടന്ന് ഹാൻഡ് വാഷ് ചെയ്യല്, അത് ചെയ്യല്, ഇത് ചെയ്യലൊക്കെ ആയിരുന്നില്ലേ. അപ്പൊ അതൊക്കെ അത് വീണ്ടും അത് ചെയ്യുക. കാരണം അങ്ങനെയുള്ള ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞ് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും പകർച്ച വ്യാധികളോ അല്ലെങ്കിൽ ഹോട്ടൽ ഫുഡ്, എന്തെങ്കിലും ഫുഡ് പോയിസൺ അടിക്കാനുള്ള കാര്യങ്ങളോ അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ വരുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റണ്ടേ, അപ്പോൾ നല്ല കാര്യങ്ങൾ. അപ്പൊ അതിന് ഇതൊരു തടസ്സം ആകരുത്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും നല്ല നല്ല കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. സാമ്പത്തികം, റിലേഷൻഷിപ്പ്, വസ്ത്രം, ധനം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് മാജിക്കിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പരിഹാരങ്ങൾ ചെയ്യുക. ഓക്കെ. കാരണം നല്ല നല്ല പരിപാടികൾ, നല്ല നല്ല ഒരു ജേണി, ജീവിതയാത്ര, അങ്ങനെയുള്ള പരിപാടികളൊക്കെ തന്നെയായിരിക്കും വരുന്നത്. പക്ഷെ നെഗറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ്, അയ്യോ നെഗറ്റീവ് ചിന്താഗതി, എന്തെങ്കിലും അസുഖങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ മറ്റുള്ളവർക്ക് വരുമോ, കുട്ടികൾക്ക് വരുമോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മാറ്റുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന അതൊന്ന് മാറ്റുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോവുക കേട്ടോ. അല്ലാതെ മൂവ്മെന്റ് ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മൂവ്മെന്റ് ഉണ്ടാക്കണം. അല്ലാതെ നമ്മൾ മൂവ്മെന്റ് ഒന്നും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു റിസൾട്ട് കിട്ടാനായിട്ട് വൈകും. കാരണം ഇപ്പോൾ വർഷങ്ങൾ, ദിവസങ്ങൾ പോലെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.